ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജനിക്കുകയും ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ വഫാത്താവുകയും ചെയ്ത ലോകം കണ്ട ഇസ്ലാമിയത്തിന്റെ ആത്മവശത്തെയും അതിന്റെ ശരീഅത്തിനെയും അതിന്റെ ആത്മീയതയെയും ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ മഹാനായിരുന്നു ആര്? അശേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഒരു കാലഘട്ടത്തിൽ അവർ നടത്തിയ പ്രഭാഷണങ്ങളാണ്. 40 കൊല്ലാണ് പ്രസംഗം നടത്തിയിട്ടുള്ളത്. 40 വാള് പറഞ്ഞോർ നന്നായി 90 കാലം 200. ആഴ്ചയിൽ 3 വാള് പറയും. അങ്ങനെ 40 കൊല്ലം. ബഗ്ദാദിൽ 3 വാള് പറയും ആഴ്ചയിൽ. അങ്ങനെ 40 കൊല്ലം വാള് പറയാം. ആ വാളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അറബി നാടുകളിൽ നിന്നും അനറബി നാടുകളിൽ നിന്നും ആളുകൾ വന്ന് ഒരുമിച്ച് കൂടിയിരുന്നു. എവിടെ? ബഗ്ദാദിൽ. ആ വാളിൽ പങ്കെടുത്തവരെല്ലാം സ്വാലിഹീങ്ങളായി, ഔലിയാക്കന്മാരുമായി. ആ കാലത്ത് ജനങ്ങൾക്ക് നന്നാവാനുള്ള ഒരു അവലംബമായിരുന്നു ആര്? മുഹീദ്ദീൻ ശൈഖിന്റെ ഈ വാള് റളിയല്ലാഹു അൻഹു. ഗൗസുൽ ആലമിനെ പോലത്തെ വലിയ വലിയ മഹാന്മാർ, മഹത്തുക്കൾ, സിദ്ദീഖീങ്ങൾ, ആരിഫീങ്ങൾ, അതുല്യർ, നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ഒരുമിച്ച് കൂടിയിട്ടൊരു കാര്യം പറയുമ്പോൾ അതിന് ചെറിയൊരു ഫലം ഉണ്ടാവും. നേരെ മറിച്ച് അത് ആരിഫീങ്ങളാകുമ്പോഴോ ഭയങ്കര ഫലം ഉണ്ടാവും. 70,000 ആളുകളൊക്കെ അവരുടെ വയലിൽ പങ്കെടുത്തിരുന്നു എന്നാ ചരിത്രം. 70,000 ആളുകളൊക്കെ വയലിൽ കേൾക്കും. അവരൊക്കെ നന്നായി. ആഴ്ചയിൽ 3 വയലിൽ പറയും. അറബി നാടുകളിൽ നിന്നും അനറബി നാടുകളിൽ നിന്നും ബഗ്ദാദിൽ വന്ന ആളുകൾ താമസിക്കും. ബഗ്ദാദിൽ വന്ന് പാർക്കുക ജനങ്ങൾ. എന്തിന്? വയലിലേക്കാണ്. സിറിയയിൽ നിന്ന്, യമനിൽ നിന്ന്, മിസ്റിൽ നിന്ന്, ബുഖാറയിൽ നിന്ന്, സമർക്കന്ദിൽ നിന്ന്, അഫ്ഗാനിൽ നിന്ന്, മനസ്സിലായില്ലേ, ഇറാനിൽ നിന്ന്, ഷിറാസിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പോലും ആളുകൾ പോയി പാർക്കുക. എവിടെ? ബഗ്ദാദിൽ. എന്തിന്? ആഴ്ചയിൽ ബഗ്ദാദിൽ 3 വയൽ നടക്കും. ആ വയലിൽ പങ്കെടുക്കാൻ. ആ വയലിൽ പങ്കെടുത്തവരൊക്കെ സ്വാലിഹീങ്ങളായി. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ദീനിനെ കയറ്റിക്കൊടുത്തൊരു മഹാനാണ് ആര്? അപ്പം ആ മനുഷ്യന്റെ അനുസ്മരണത്തിൽ പോലും ഒരു ദീനുണ്ടാവും. ആ അനുസ്മരണമാണ് സിറാത്തുല്ലദീന. നല്ലോണം ചിന്തിക്കണം. ഒരു മനുഷ്യനെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു സത്യമാണിത്. അതായത് നന്നാകാനുള്ള മാർഗം എന്താ? സിറാത്തുല്ലദീന. അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകളെ പിൻപറ്റലല്ലേ? അങ്ങനെ ആദ്യം പിൻപറ്റണമെങ്കിൽ അവരെ അറിയണ്ടേ? അവരെ അറിയാനുള്ള മാർഗമാണ് എന്ത്? അവരെ പറ്റി പറയാ, കേൾക്കുക. പ്രത്യേകിച്ചും അവരുടെ ഒരു സമയമാകുമ്പോൾ, ഉദാഹരണം പറയാ, ഒരു ആണ്ടനുസ്മരണം എന്നൊക്കെ പറഞ്ഞാല് അവരുടെ ഒരു പ്രത്യേകമായ സമയമാണ്. അപ്പൊ ആ സമയത്ത് പ്രത്യേകിച്ചും ആളുകൾ അവരെ ശ്രദ്ധിക്കും. അവരെ പറ്റി പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അവരെ പറ്റി പറഞ്ഞ ആളുകൾ ആരും ശ്രദ്ധിക്കും. അതാണ് സത്യത്തിൽ ഈ ആണ്ടനുസ്മരണങ്ങളുടെ അടിസ്ഥാനം. അപ്പൊ വല്ലിപ്പ, ഒരു തറവാട്ടിലൊരു വല്ലിപ്പ, ഭയങ്കര സ്വാലിഹായ ഒരു വല്ലിപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ വല്ലിപ്പാന്റെ ആണ്ടിനന്ന് കുട്ടികളെല്ലാം ഒരുമിച്ച് കൂടും. ഈ അനുസ്മരണത്തിൽ കൂടിയിരിക്കുന്നവര് നാട്ടുകാർ മൗലിദോതും, കുടുംബവും ഓതും, ഫാത്തിഹ ഓതും, യാസീൻ ഓതും, നല്ലത് തന്നെ. അതിൻ്റെ ഒക്കെ പുറമെ കൂടിയിരിക്കുന്നവർ ആരെപ്പറ്റി പറയും? വല്ലിപ്പാനെ പറ്റി പറയും. അദ്ദേഹം ഒരു സ്വാലിയായിരുന്നു. ഇത് കേട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ തോന്നും, ആ വല്ലിപ്പാന്റെ പിൻഗാമിയായിട്ട് ഞാൻ എങ്ങനെ നാശായി, അപ്പൊ എനിക്കൊന്ന് വല്ലിപ്പാനെ പോലെ ആണല്ലോ. ആണ്ടനുസ്മരണങ്ങൾ മറന്നുപോയാൽ മനുഷ്യന്മാർക്ക് ഹിദായത്തിന്റെ വഴി കുറയും. ഇതൊരു തിന്നാനുള്ള ഏർപ്പാടൊന്നുമല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതൊക്കെ വെറുതെ വിഡ്ഢിത്തരം പറഞ്ഞുണ്ടാക്കിയതാ. വളരെ ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ, ആണ്ടറതികൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നടന്നിട്ടുണ്ട്. ഈ ആണ്ടറതികളുടെ പിന്നിൽ അതിൻ്റെയൊക്കെ പിന്നിലുള്ള മഹത്തായ ലക്ഷ്യങ്ങളാണ്. എന്താണ് മഹത്തായ ലക്ഷ്യം? ആ മഹാന്റെ ജീവിതത്തിലേക്കുള്ള വാതിൽ അടക്കാതെ ജനങ്ങളെ മുന്നിൽ നിലനിർത്തുക. എന്നാ ജനങ്ങൾ ഒന്നാവും. ചിന്തിക്കുക. ഈ കിതാബ് മുഹമ്മദ് അബ്ദു യമാനിയുടെ ഖദീജത്തുൽ കുബ്ര എന്ന കിതാബാണ്. ഈ കിതാബ് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇനി ഇതിലൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വരും.
അപ്പം അതുകൊണ്ട് ഞാനത് കൃത്യമാക്കി പറയുകയാണ്. അബ്ദുൽ യമാനിയുടെ അദ്ദേഹം സൗദിയിൽ മന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന പുസ്തകമാണിത് റളിയല്ലാഹു അൻഹ. ഈ പുസ്തകത്തിൻ്റെ 169 പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക. യഹ്തഫി അഹ്ലു മക്ക ബിദിക്ര സയ്യിദ് ഖദീജ ബിൻത് ഖുവൈലിദ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ആണ്ടനുസ്മരണം നടത്തൽ മക്കക്കാർക്കിടയിൽ പ്രസിദ്ധമായ ഒരു കാര്യമായിരുന്നു. ആണ്ടർതി നടക്കുക, ആണ്ടനുസ്മരണം നടത്തുക. ആരുടെ? ഖദീജ റളിയല്ലാഹു അൻഹാ. ويتتبعون حياتها وعشرتها مع النبي صلى الله عليه وسلم ثم وفاتها. ഒരു കൊല്ലത്തിൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ എന്ത് ചെയ്യുമെന്നറിയോ? എന്ത് ചെയ്യും? അവരുടെ ആണ്ടർതിയോടനുബന്ധിച്ച ദിവസം മക്കക്കാർ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ എന്ത് പറയും? യതതബ്ബഉന ഹയാതഹ. ഖദീജ ബിബിയുടെ ജീവിതം അവർ പരിശോധിച്ച് പറയും. വഉശ്റതഹ മഅ റസൂലില്ലാഹി. പുണ്യ റസൂലുമായി അവർക്കുണ്ടായിരുന്ന ഇടക്കബന്ധങ്ങളും ചേർച്ചകളും അതിൻ്റെ ചരിത്രങ്ങളുമെല്ലാം സദസ്സുകളിൽ ചർച്ചയാക്കും. സുമ്മ വഫാതഹ. പിന്നെ അവരുടെ മരണത്തെ അനുസ്മരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെയും അവിടുത്തെ ഹയാത്തിനെയും അതിൻ്റെ നേർപ്പാട്ടിലും അതിൻ്റെ പിന്നിലും അതും കടന്നു വരും. അപ്പോൾ രണ്ട് കാര്യം. ഒന്ന് ഖദീജ ബിബിയെ പറ്റി പറയും, മുത്തുനബിയെ പറ്റി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബിബി മരിച്ചതിന് ശേഷം മക്കക്കാര് ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ മക്കക്കാർക്കുണ്ടായ ഒരു ചരിത്രം പറയുക. അവരെന്ത് ചെയ്യുമെന്നറിയോ? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ജീവിതത്തെ പരിശോധിച്ച് പറയും. സീറത്ത സയ്യിദ് ഖദീജ വഹയാതഹ വയതദക്കറൂന ഫളായിലഹ. ഖദീജ ബിബിയുടെ ശ്രേഷ്ഠതകളെ അവർ ഓർത്തെടുത്ത് പറയും. ആണ്ടനുസ്മരണത്തിന് ഇങ്ങനത്തെ ഒരു പതിവ് ആർക്കുണ്ടായിരുന്നു? മക്കക്കാർക്കുണ്ടായിരുന്നു. വഖദ് ഉരിഫത്ത് അമാകിനു കസീറ ഫീ മക്കത്തിൽ മുകറമ. മക്കയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രവർത്തനം നടന്നത് അറിയപ്പെട്ടിട്ടുണ്ട്. ആണ്ട് നടത്തും. ഒരു പൊരയിലല്ല, ഒരുപാട് പുരകളിൽ, മക്കക്കാരുടെ പല പുരകളിലും ആണ്ടർതി നടത്തും. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ചെയ്യുമല്ലോ. ഉദാഹരണം പറയാ, ഇപ്പൊ പല വീടുകളിലും ആണ്ട് നടത്താറില്ലേ? എന്തുകൊണ്ട്? നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്. എല്ലാവരുടെയും ഒരു ബാപ്പ പോലത്തെ ഒരാളല്ലേ ആര്? പറേ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഇനി അത് അവിടെ മാത്രമല്ല, ഇനി ഒരുപാട് വീടുകളിൽ അതിന്റെ പരിപാടി നടത്തും. ബഹുമാനപ്പെട്ട സി എം വലിയുള്ള ആണ്ടനുസ്മരണത്തെ ശവ്വാൽ മാസത്തിലാ അല്ലേ? പറ, ശവ്വാലില്ല. എത്രയോ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടർതിയായി വീടുകൾ നടത്തുന്ന വീട് മലബാറിലുണ്ട്, കോഴിക്കോട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, വയനാട് ജില്ലയിലൊക്കെ ഞാൻ അറിയുന്ന വീടുകളുണ്ട്. ഞാനിതെന്തിനാ പറയണമെന്നറിയോ? ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് പൊട്ടിമുളച്ചതാ. പക്ഷെ നമ്മൾ നേരെ കാണുന്നത് വരെ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ആണ്ട് പുതിയതാണെന്നാ. സത്യത്തിൽ ആണ്ടല്ല പുതിയത്, ആണ്ടിനെ എതിർക്കണതാ പുതിയത്. നല്ല ചിന്തിക്കണം. നമ്മൾ നേരെ അതാ ചിന്തിക്കുക. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു സംഭവം കൂടി പറഞ്ഞുതരാം. സൗദി അറേബ്യയിൽ പോകും ചില ആളുകൾ, നമ്മളൊക്കെ പോകും, ഉംറക്കും ഹജ്ജിനൊക്കെ പോകും. മണ്ണായി കിടക്കണം ഇങ്ങനെ കാണും. സ്വഹാബത്തിൻ്റെ മക്ബറകൾ, ഖദീജാവിൻ്റെ മക്ബറ, മനസ്സിലായില്ലേ? ഹംസ റളിയല്ലാഹുവിൻ്റെ മക്ബറ, ഇതൊക്കെ ഇങ്ങനെ മണ്ണായി കിടക്കുന്നത് കാണും. അപ്പോൾ ഈ അവസരം ചില മൗലവിമാരും ചില ദുഷ്ടലാക്കുകളായ ചില വഹാബി ചിന്താഗതിക്കാരും മുതലെടുക്കും. എന്നിട്ട് അവർ പറയും, നമ്മളെ നാട്ടിൽ കാണുന്ന വിഡ്ഢിത്തരങ്ങൾ കണ്ടില്ലേ? എന്ത് വിഡ്ഢിയാണ് നമ്മളെ നാട്ടുകാർ. ഓരോ മഹാൻ മരിച്ചെടുത്തും എന്ത് ചെയ്യും? ഒരു പുര കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതും. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇത് കാണുന്നുണ്ടോ? അപ്പം ഈ നമ്മളെ അല്പബുദ്ധികളായ വിഡ്ഢികൾ, അതെ അങ്ങനെ തന്നെയല്ലേ? നമ്മളെ നാട്ടിലെ അല്പബുദ്ധികളായ വിഡ്ഢികൾ എന്ത് പറയും? ശരി തന്നെയാണല്ലോ, വല്ല മക്ബറയും കെട്ടി ഉയർത്തി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതാണെങ്കിൽ അത് നടത്തേണ്ടത് അതല്ലേ? അപ്പം ഈ അല്പബുദ്ധികൾ ഒരു ഉംറ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മുജാഹിദാവും ഈ പമ്പര വിഡ്ഢി. സത്യത്തിൽ എന്തവിടെ സംഭവിച്ചത്? ആയിരക്കണക്കായ കൊല്ലങ്ങളായി മഖ്ബറകളും ഖുർആനോത്തും, മനസ്സിലായില്ലേ, മൗലൂദും റാത്തീബും എല്ലാം നടന്നിരുന്നത് ഈ 932 ശേഷവും അതിന് തൊട്ട് മുമ്പുമായിട്ട് എന്ത് ചെയ്തു? വഹാബികൾക്ക് അധികാരം കിട്ടിയപ്പോൾ അവർ ആ മഖ്ബറ എല്ലാം തച്ചട് പൊളിച്ചു.
മനസ്സിലായോ? പറഞ്ഞു തച്ച് പൊളിച്ച്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന മഖബറകൾ തച്ച് പൊളിച്ച് നിലം പരിശാക്കി തകർത്തു. ചരിത്രം അറിയാത്ത ഇന്നത്തെ വിഡ്ഢി ഇത് നോക്കിയിട്ട് എന്ത് പറയാണ്? മനസ്സിലായില്ല. നമ്മളെ നാട്ടിലുള്ളത് പേച്ചോര. കാരണം മഖബറ കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓടുകയാണെങ്കിൽ അത് നടത്തേണ്ടത് ഇവിടെ മക്കയിലല്ലേ, ഹംസറിലാണ് മഖബറയിലല്ലേ, ഫാത്തിമ അവിടെയല്ലേ, ഖദീജാവിന്റെ അവിടെയല്ലേ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ലോക പ്രശസ്തമായ എടുപ്പുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായ എടുപ്പുണ്ടായിരുന്നു ആരുടെ മഖബറയിൽ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഖുർആൻ ഓടാനും മൗലൂദ് ഓടാനും എല്ലാവിധ സൗകര്യങ്ങളും വഹാബികൾ വന്നപ്പോൾ അടിച്ച് നിരമ്പേഷാക്കിയതാണ്, നശിപ്പിച്ചതാണ്. പല മൗലവിമാരും ഇതൊക്കെ പറയുന്നതായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേരളമാണ്. വളരെ വലിയ അക്രമമാണ് ആ പറയുന്നതൊക്കെ. എന്തുകൊണ്ട്? അതൊക്കെ ഭീമമായ അബദ്ധങ്ങളാണ്. ചരിത്രത്തിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന മഖബറകൾ തച്ച് പൊളിച്ച് നിരംപരിശാക്കിയത് ഈ അടുത്ത കാലത്ത് വന്ന വഹാബി കുടിയേറ്റങ്ങളാണ്. ഈ ആണ്ടുകൾ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ മുസ്ലിം സമുദായത്തിനുണ്ടായിട്ടുണ്ട്. ഖദീജ ബിയുടെ ആണ്ടുകൾ, അതേപോലെ തന്നെ ഫാത്തിമ ബിയുടെ ആണ്ട്, മറ്റു നബിയുടെ പെൺകുട്ടികളുടെ ആണ്ടുകൾ, ഇതൊക്കെ അങ്ങനെ ചരിത്രത്തിൽ നടത്തിയപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ നേട്ടങ്ങൾ. എന്ത്? ആ കാലഘട്ടത്തെക്കുറിച്ച് മനുഷ്യന്റെ മനസ്സിൽ കടന്നു വരും. അപ്പോൾ അവരെ പോലെ ആകാൻ ജനങ്ങൾ ശ്രമിക്കും. ജനങ്ങളുടെ ബുദ്ധിയെ അത് ശുദ്ധീകരിക്കും. ജനങ്ങൾക്ക് യഥാർത്ഥമായ താരീഖ് പഠിക്കാൻ കഴിയും. ആത്മീയമായ ഇസ്ലാമിന്റെ വശങ്ങളെ ജനങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ചരിത്രത്തിൽ ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. ഇത് സമസ്ത ഉണ്ടാക്കിയല്ല, ഇത് സമസ്ത ഉണ്ടാക്കിയതല്ല. സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുഹമ്മദ് അബ്ദു യമാനിയുടെ ഖദീജ ബിന്ത് ഖുവൈലിദ് എന്ന പുസ്തകമാണിത്. മക്കത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. അതായത് നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കായ കൊല്ലങ്ങൾ ഈ പ്രവർത്തനം എവിടെ നടന്നിട്ടുണ്ട്? മക്കത്ത്. ഖദീജ ബീവിയുടെ ജന്മദിവസം ആളുകൾ എവിടെ ഒരുമിച്ച് കൂടും? മക്ക മസ്ജിദ് ഹറാമിൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവര് ഒന്നിച്ച് ബാബുസലാമിൽ ഇവിടെ പുറത്തേക്ക് വരും. അവിടെ ആര് കാത്തു നിൽക്കും? ഭരണാധികാരി നേരെ മുന്നിൽ വന്ന് നിൽക്കും. സുമ്മ യസീറൂന, പിന്നെ അവർ നടക്കും. എങ്ങോട്ട്? ജന്നത്തുൽ മുഅല്ലയിലേക്ക് അങ്ങോട്ട് നടക്കും. വയുഹല്ലിലൂന, ആ നടത്തത്തിൽ അവർ എന്ത് ചെയ്യും? തഹ്ലീലിയല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലി നടക്കും. വയുകബ്ബിറൂന, അവരെന്ത് ചെയ്യും? തക്ബീറല്ലും. വയുൻഷിദൂനൽ അനാശീദ, ആ നടത്തത്തിൽ പല ജാതി ബൈത്തുകൾ ചൊല്ലും. ആരെപ്പറ്റി? അങ്ങനെ നടക്കും. പിന്നെ അവർ ജന്നത്തുൽ മുഅല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ യത്തജിഹൂന ഇലാ നാഹിയത്തി ഖബരി സയ്യിദത്തി ഖദീജ, ഖദീജ ബിയുടെ ഖബറിന്റെ ഭാഗത്തേക്ക് പോയി നിൽക്കും. എന്നിട്ട് അവിടെ ഇന്ന് അവിടെ കൂടി അവർ എന്ത് ചെയ്യും? ഫാത്തിഹ ഓതും. ആ മക്കാമ് പരിചരിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു, മഹാന്മാര്. ഏത് മക്കാമ്? ഖദീജ. അവിടെ എത്തുന്നതോടുകൂടെ ആ മക്കാമ് പരിചരിച്ചിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബവും ഈ കൂട്ടത്തിൽ കൂടും. എന്നിട്ട് അവർ യഖ്റഊനൽ ഫാത്തിഹ, എന്തോടും? ഫാത്തിഹ സൂറത്ത് ഓതും ആ മഖബറയിൽ വെച്ച്. യാസീൻ, യാസീൻ ഓതും. സുമ്മ യദഊന, പിന്നെ അവര് ദുആ ചെയ്യും ലിസയ്യിദത്തി ഖദീജ വയസ്അലൂന അല്ലാഹ, ഖദീജ ബീവിക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. വയസ്അലൂന അല്ലാഹ ഖൈറൻ അലാ കുല്ലി മാ ഫഅലതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ അവർ ചെയ്ത സേവനങ്ങൾക്ക് അവർക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് അവിടെ വെച്ച് ദുആ ചെയ്യും. പിന്നെയോ പിന്നെ സുമ്മ യഊദൂന ഇലൽ ഹറമി, എന്നിട്ട് അവർ ഹറമിലേക്ക് തിരിച്ചു വരും. ഔ ഇലാ മനാസിഹിം വഖദ് തമ്മ ഇഖാഫു കുല്ലി ഹാദിഹിൽ ഇഹ്തിഫാലാത്തി മുൻദു സമനിൻ തവീൽ. ഒരുപാട് കാലം ഈ പ്രവർത്തനം നടന്നിട്ടുണ്ട്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ മനസ്സിലായില്ലേ, ഈ സംഗതി എടുത്തു നീക്കപ്പെട്ടതാണ്. അത് മൂപ്പര് പറയുന്നില്ല. അത് ആരെ വരവോടുകൂടെ? പറ. വഹാബിയത്തിന്റെ വരവോടുകൂടെ. വഉസിലത്തിൽ ഖുബാബു വൽ മബാനി, ആദ്യകാലത്ത് കുബ്ബകൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ഈ മഖബറയിൽ എന്തുണ്ടായിരുന്നു? കുബ്ബകൾ ഉണ്ടായിരുന്നു. വൽ മബാനി, എടുപ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ നീക്കം ചെയ്യപ്പെട്ടു പിൽക്കാലത്തെ ചില ഭരണാധികാരികൾ. മുഹമ്മദ് അബ്ദു യമാനി പറയാൻ, ഇയാൾ സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു.